നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചതോടെ സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞു. 140 മണ്ഡലങ്ങളിലായി 890 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. ജില്ല തിരിച്ചുള്ള കണക്കുകളും പുറത്തുവന്നു. 13 പേരുള്ള കൊടുവള്ളിയിലാണ് കൂടുതൽ സ്ഥാനാർത്ഥികൾ. മഞ്ചേശ്വരം, തിരുവനന്തപുരം, പേരാവൂർ എന്നിവിടങ്ങളിൽ 11 സ്ഥാനാർത്ഥികൾ വീതമുണ്ട്. തലസ്ഥാനത്തു നിന്നും പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി. പ്രശാന്ത്, നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചതോടെ സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞിരിക്കുകയാണ്. സ്ഥാനാർത്ഥികൾ, ചിഹ്നങ്ങൾ എല്ലാം വ്യക്തതയായിരിക്കുന്നു. എങ്ങനെയാണ് ജില്ല തിരിച്ചുള്ള കണക്കുകൾ പുറത്തുവരുന്നത്? സംസ്ഥാനത്തെ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായിരിക്കുന്നത്. 890 സ്ഥാനാർത്ഥികളാണ് ഇത്തവണ ജനവിധി തേടുന്നത്. ജില്ലയിൽ അതിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുള്ളത് കൊടുവള്ളിയിലാണ്. അതോടൊപ്പം തന്നെ പേരാവൂർ, മഞ്ചേശ്വരം, തിരുവനന്തപുരം എന്നിവിടങ്ങളിലും 11 സ്ഥാനാർത്ഥികൾ ആണ് മത്സരിക്കുന്നത്. മറ്റ് സ്ഥലങ്ങളിലെല്ലാം 10-ന് താഴെയായിട്ടാണ് സ്ഥാനാർത്ഥികളുടെയൊക്കെ ഒരു സംഖ്യകളുള്ളത്. എന്തായാലും ഒരു കടുത്ത മത്സരമാണ് എന്ന് വേണം നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. ഒട്ടുമിക്ക സ്ഥലങ്ങളിലും നിരവധി പേർ മത്സരിക്കുന്നു എന്നതുകൂടിയാണ് ഏറ്റവും വലിയ പ്രത്യേകത. എന്തായാലും ഇത്തവണത്തെ കണക്ക് പരിശോധിക്കുമ്പോൾ 890 പേരാണ്. കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പ് കണക്ക് കൂട്ടുമ്പോൾ അതിൽ നിന്ന് വളരെയേറെ കുറവാണെങ്കിൽ പോലും 890 പേരാണ് ഇത്തവണ മത്സര രംഗത്തുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ ഈ ഇതുമായി ബന്ധപ്പെട്ട ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ ഒരു ഏകദേശ ചിത്രം കൂടി, അതായത് ഈ പൂർണ്ണമായിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് ചിത്രം കൂടി തെളിയുന്ന ഒരു സാഹചര്യത്തോടുകൂടി തന്നെ സ്ഥാനാർത്ഥികളെല്ലാം ഇനി പ്രചരണ രംഗത്തേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് ശക്തമായ രീതിയിലുള്ള പ്രചരണം രംഗത്തേക്ക് കടക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതായത് നാളെ മുതൽ തന്നെ പ്രചരണ രംഗത്ത് കടക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതായത് നാളെ മുതൽ തന്നെ പ്രചരണ രംഗത്ത് മറ്റ് മാർഗങ്ങളിലൂടെയുള്ള എല്ലാ പ്രചരണങ്ങളിലേക്കും സ്ഥാനാർത്ഥികൾ കടക്കുകയും ചെയ്യും. അങ്ങനെ ശക്തമായൊരു പോരാട്ടം കൂടിയായിരിക്കും ഇത്തവണ നടക്കുക എന്ന് വേണം നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് BJP വലിയ രീതിയിൽ പ്രതീക്ഷ അർപ്പിക്കുന്നൊരു സാഹചര്യം കൊണ്ട് നിരവധി മണ്ഡലങ്ങളാണ്. നേരത്തെ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് നിരവധി മണ്ഡലങ്ങളിൽ BJPക്കും വലിയ രീതിയിൽ സാധ്യതകൾ വെച്ച് പുലർത്തുന്ന മണ്ഡലങ്ങളുണ്ട്. മറ്റ് പല ഇടങ്ങളിലും BJP സ്ഥാനാർത്ഥികൾ മുന്നോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ മുന്നേറ്റം കാഴ്ചവെക്കുമെന്ന് അടക്കമുള്ള വിവരങ്ങളും പുറത്തു വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു അനുകൂല ഘടകങ്ങളോട് നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. എന്തായാലും ഈ സ്ഥാനാർത്ഥികളുടെ എല്ലാം നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുവാനുള്ള അവസാന തീയതി കൂടി കഴിഞ്ഞതോടുകൂടി തന്നെ സംസ്ഥാനത്തെ രാഷ്ട്രീയ ചിത്രം, തെരഞ്ഞെടുപ്പ് ചിത്രം പുറത്തു വന്നിരിക്കുകയാണ്. ഇനി കടുത്ത മത്സരത്തിലേക്കായിരിക്കും സംസ്ഥാനം കടക്കുക. ആ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോഴേക്കും വലിയ രീതിയിലുള്ളൊരു പോരാട്ടം കൂടി സംസ്ഥാനത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരും. മുൻവർഷങ്ങളെ അപേക്ഷിച്ചെല്ലാം ശക്തമായൊരു മത്സരം കാഴ്ചവെക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. രോഹിണി. ശരി, പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്.